യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ആകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടേതായൊരു കാര്യം കൊണ്ടോ മറ്റൊരാളിൽ നിന്ന് കേട്ട കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾ അതീവ ദുഃഖിതരായിരിക്കും. എന്ത് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുമ്പിലാണെങ്കിലും ദൈവത്തിൻ്റെ കടാക്ഷം നിൻ്റെ മേൽ വരുമ്പോൾ ജീവിതം മാറി വരാൻ തുടങ്ങും. മഴ പെയ്ത് റോഡിൻ്റെ സൈഡിലുള്ള കുഴികളിലും നമ്മളുടെ പറമ്പിൻ്റെ പല സൈഡിൽ കിടക്കുന്ന കുഴികളിലുമൊക്കെ മഴ പെയ്തിട്ടോ ഒഴുകി വന്ന കലങ്ങിയ വെള്ളം, ചെളിവെള്ളം കിടപ്പുണ്ട്. ഇപ്പോൾ കണ്ടാൽ നമുക്കതൊന്നും കുടിക്കാനോ ജസ്റ്റ് തൊടാൻ പോലും നമുക്ക് ഇഷ്ടം തോന്നത്തില്ല. എന്നാൽ 2-3 ദിവസം കഴിഞ്ഞ് ആ വഴിയെ പോയാൽ 3 ദിവസം മുമ്പ് കണ്ടാൽ അറയ്ക്കുന്ന വിധത്തിൽ കടന്ന ചെളിവെള്ളം തെളിഞ്ഞ് പനിനീര് പോലെ ആയിട്ടുണ്ട്. എന്ത് മറിമായമാണാവോ സംഭവിച്ചത് ഇത്രേ ഉള്ളൂ. 3 നാൾ മുമ്പ് അത് കലങ്ങിയ വെള്ളമായിരുന്നു, മുഴുവൻ ചെളി കലർന്നതായിരുന്നു. പക്ഷേ ആ ചെളി അടിയിലായി വെള്ളം തെളിഞ്ഞതാണ്. ജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആർക്കും വേണ്ട, ആകെ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ സാരമില്ല, ചെളി അടിയിലായി വെള്ളം തെളിനീര് പോലെ തെളിഞ്ഞതുപോലെ ജീവിതത്തിലും നല്ലൊരു കാലം വരും, തെളിഞ്ഞു വരും. എന്നും കലങ്ങിക്കിടക്കില്ല, എന്നും ഇങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കില്ല. പുഴയിലൂടെ ഒഴുകുന്ന വെള്ളമൊക്കെ അങ്ങനെയല്ലേ, മഴ പെയ്യുമ്പോൾ കലങ്ങി മറിഞ്ഞു കിടക്കും. 2-3 ദിവസം കഴിയുമ്പം നല്ല കണ്ടാൽ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആ വെള്ളം നല്ല ഗ്ലാസ് പോലെ തെളിയും. ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, ഇടപെടൽ കൊണ്ട് ജീവിതം തെളിയട്ടെ. കുടുംബജീവിതം തെളിയട്ടെ, മക്കളുടെ ജീവിതം തെളിയട്ടെ, നിങ്ങളുടെ ജീവിതം തെളിഞ്ഞു വരട്ടെ. പ്രാർത്ഥിക്കുവാണ്. ഇന്ന് കേൾക്കുന്നൊരു വചനമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്ന വചനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61:1. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്, പീഡിതരെ സത്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നത്തിന്? പീഡിതരെ സത്വാർത്ത, നല്ല വാർത്ത, സുവിശേഷം, നല്ല വാർത്ത, ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തെ അനേകർക്ക് അയച്ചു കൊടുക്കാൻ ദൈവം തന്ന അഭിഷേകമുള്ളവരാണ് നമ്മൾ. നമ്മളിലൂടെ അനേകം ആളുകൾ 5-10 മിനിറ്റ് വചനം കേൾക്കാൻ തുടങ്ങി. നമ്മൾ ആരൊക്കെയോ ഏതൊക്കെയോ വ്യക്തികളിലൂടെ നമ്മുടെ കരങ്ങളെയാ ദൈവം ഉപയോഗിച്ചത്, നമ്മുടെ ചിന്തകളെയാ ദൈവം പ്രയോജനപ്പെടുത്തിയത്. വാമൊഴിയായി എത്ര പേരോട് പറഞ്ഞു ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച്, ഈ ശുശ്രൂഷയെക്കുറിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, അനേകരെ സത്വാർത്ത അറിയിക്കാൻ എന്നെ അഭിഷേകം ചെയ്തു. ഈ വ്യക്തി ഈ ദൈവത്തിൻ്റെ വചനത്തെ അനേകർക്ക് കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുവാണ്. 4-ാമത്തെ വാക്യം, 61-ാം അധ്യായം 4-ാമത്തെ വാക്യം. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. ആര്? ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചവരും അതിനെ അസൂയയില്ലാതെ സ്വാർത്ഥതയില്ലാതെ കൊടുത്തവർക്കൊരു പ്രത്യേകതയുണ്ട്. അവിടെ കൊണ്ട് തീരുന്നില്ല. പണ്ട് തകർന്നു കിടന്നതിനെ, പണ്ട് നശിച്ചു പോയതിനെ അവർ വീണ്ടും നിർമ്മിക്കും. അവർ നിർമ്മാതാക്കളായി മാറും. അവർ അനുഗ്രഹമുള്ളൊരു തലമുറയെ നിർമ്മിക്കുന്നവരായി മാറും. തകർന്ന് തരിപ്പണമായ നിങ്ങളുടെ കുടുംബത്തെ നിർമ്മിക്കുന്നവരായി നിങ്ങൾ മാറും. നിങ്ങളുടെ കരങ്ങളെ ഒരു ശില്പിയുടെ കരങ്ങളെ പോലെ ദൈവം രൂപപ്പെടുത്തും. അതിലെഴുതിയിരിക്കുന്നത് പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവിശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും,
തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ, ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ തലം ഏതറ്റം വരെയാ ചെന്ന് നിൽക്കുന്നതെന്ന് നോക്ക്. ഇന്ന് ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരു തകർച്ചയിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശില്പിയുടെ കരങ്ങളെ എന്ന പോലെ നിങ്ങളുടെ കരങ്ങൾക്ക് കഴിവും വേഗതയും ശക്തിയും ലഭിക്കും. പൂർവാവിശിഷ്ടങ്ങളിൽ നിന്ന് തകർന്ന് തരിപ്പണമായി ഇന്നത്തെ നിലയിൽ അവശിഷ്ടമായി വേസ്റ്റായി അവിടെ നിന്ന് പോലും പുനരുദ്ധരിക്കാൻ കഴിവുള്ളവരായി മാറും. തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. നമ്മൾ പറയില്ലേ, ഞങ്ങളുടെ കുടുംബത്തെ തലമുറകളായി ഇങ്ങനെ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും രോഗമാ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം അവിടം കൊണ്ട് നിന്ന് ആര് പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന നിന്നിലൂടെ തലമുറകളായി വന്ന പ്രശ്നങ്ങളെ ദൈവം പരിഹരിക്കുന്നു. നിസ്സാരമായ ഒരു വാക്യമായി കാണരുത്. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെയാ, നിന്നെയാ, നിന്റെ കരങ്ങളെയാ ശില്പിയുടെ കരങ്ങളെപ്പോലെ ദൈവം ഉപയോഗിക്കുക. ഇന്ന് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുവാണോ? കലങ്ങിയ വെള്ളം കിടക്കുന്നത് പോലെ കുഴിയിൽ കലങ്ങിക്കിടക്കുവാണോ? അതിൽ നിന്ന് തെളിച്ചു കൊണ്ടുവരാൻ, നിർമ്മിച്ചതിൽ നിന്ന് ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങളുടെ ജീവിതങ്ങളെ നിർമ്മാതാക്കളാക്കും ദൈവം. ശില്പിയുടെ കരങ്ങളുടെ വേഗതയും കഴിവും നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ബുദ്ധി വൈഭവം നിങ്ങൾക്ക് വരും. എഴുതിയിരിക്കുവാണ്, പണ്ട് നശിച്ചതാണ്, അതിനെ ഓർത്ത് കുറ്റം പറയുന്നല്ല, അതിനെ ഓർത്ത് വിധിക്കും, പണ്ടേ അങ്ങനെയാ, അവരങ്ങനെ കിടക്കുന്നവരാന്ന് പറയുന്നല്ല. പണ്ട് നശിച്ചു പോയവയാണെങ്കിലും അവർ വീണ്ടും നിർമ്മിക്കും. വീണ്ടും അതിനെ ആ ചാരത്തിൽ നിന്ന്, ആ ചെളിയിൽ നിന്ന്, ആ പൊടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. നിർമ്മിക്കും. നമ്മളെയൊക്കെയാണ് പ്രിയരെ വചനം കേൾക്കുന്ന എന്നിലൂടെ ചിലതൊക്കെ ദൈവത്തിന് പണിതുയർത്താനുണ്ട്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, നിങ്ങളിലൂടെ നിങ്ങളുടെ വീട്ടിൽ ദൈവം ചിലത് നിർമ്മിക്കാനുണ്ട്. നീ പ്രിയപ്പെട്ട യുവാവ്, യുവതി, ഇന്ന് നിങ്ങളുടെ വീടിനെ ഓർത്ത് ശപിച്ചുകൊണ്ടിരിക്കാതെ, എൻ്റെ മാതാപിതാക്കൾ അങ്ങനെയാ, എൻ്റെ വീട് ഇങ്ങനെയാ, ഇത് ശപിക്കപ്പെട്ടൊരു സ്ഥലത്തിരിക്കുന്ന, പണ്ടേ എനിക്കറിയാമെന്ന്, രക്ഷപ്പെടുകയാലെന്ന് ഇങ്ങനെ നെഗറ്റീവ് പറയാതെ നിങ്ങളുടെ കരങ്ങളെ ശില്പിയുടെ കരങ്ങളെപ്പോലെ ദൈവം പ്രയോജനപ്പെടുത്തി ആ പൊടിയിൽ നിന്നും, ചാരത്തിൽ നിന്നും, തകർച്ചയിൽ നിന്നും, നാശക്കൂമ്പാരമായതിൽ നിന്നും നിർമ്മിച്ചു കൊണ്ടുവരാൻ, പുതുക്കി പണിത് കൊണ്ടുവരാൻ ദൈവം ഉപയോഗിക്കും. ദൈവം നശിപ്പിക്കപ്പെട്ട നഗരങ്ങളോ പുനരുദ്ധരിക്കപ്പെടും. അവസാനത്തെ വാക്കാണ്, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. അന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരുന്ന പല അനർത്ഥങ്ങളും വിനാശങ്ങളും ഉണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ ദൈവം ആ കുടുംബത്തിൻ്റെ ആ അവസ്ഥയെ പരിഹരിക്കാൻ തുടങ്ങും. പ്രാർത്ഥിച്ചേ, കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തെ കേൾക്കുന്ന, അത് അനേകർക്ക് ആശ്വാസമായി സദ്വാർത്ത അറിയിക്കാൻ ദൈവം നിയോഗിച്ച എന്നിലൂടെയാണ് ദൈവം അനേകം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്, അനേക കാര്യങ്ങൾ പണിതുയർത്താൻ ആഗ്രഹിക്കുന്നത്, അനേക നന്മകളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഈ വചനത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ ഇടയാകണമേ. ഈ വചനത്തിൻ്റെ ബോധ്യം തിരിച്ചറിയാൻ ഇടവരണമേ. ഈ വചനത്തിൻ്റെ ശക്തി ഇവരിൽ വെളിപ്പെടാൻ ഇടയാകണമേ. ഈ വചനത്തിലൂടെ ഈ കുടുംബം ഇന്ന് അനുഗ്രഹിക്കപ്പെടണമേ. ഈ വചനത്തിലൂടെ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെടണമേ. ഈ വചനത്തിലൂടെ ഈ വീടിൻ്റെ കാര്യത്തിൽ ഒരു ഉയർച്ചയുണ്ടാകണമേ, അഭിവൃദ്ധി ഉണ്ടാകണമേ, സന്തോഷം, സമാധാനം കൊടുക്കണമേ, ദീർഘായുസ്സും ആരോഗ്യവും കൊടുക്കണമേ. എല്ലാ അനർത്ഥങ്ങളും വിനാശങ്ങളും മാറിപ്പോകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ആ വീടിൻ്റെ ഓരോ മുറികളിലും നിറയട്ടെ ദൈവശക്തി. ഓരോ മുക്കിലും മൂലയിലും ദൈവത്തിൻ്റെ സൈന്യം ഉണ്ടാകട്ടെ. ആയുധങ്ങളേന്തിയ ദൂതന്മാരുടെ കാവൽ എനിക്കുണ്ടാകട്ടെ. ആയുധങ്ങളേന്തിയ ദൂതന്മാരുടെ സംരക്ഷണ ഭിത്തി എൻ്റെ വീടിന് ചുറ്റും ഉയരട്ടെ, എൻ്റെ ജീവിതത്തിന് ചുറ്റും ഉയരട്ടെ. ഒരു ശില്പിയെ എന്ന പോലെ എന്നെ പ്രയോജനപ്പെടുത്തുന്ന നന്ദി. ശില്പിയുടെ കരങ്ങളുടെ വേഗതയും വൈഭവവും നൽകിയതിന് നന്ദി. നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം തരുന്ന ധനവും നിങ്ങളിലുണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായ എല്ലാവരും പത്രാശി വചനം കേൾക്കണം, വായിക്കണം, ധ്യാനിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനം അനേകർക്ക് എത്തിക്കാൻ, അനേകർ കേൾക്കാനിടയാകട്ടെ. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി. നാളെയും 5:30 കാണുന്നത് വരെ ഉള്ളം കയ്യിലെന്ന പോലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.